ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നെയ്യോ ഓയിലോ പാലോ ഒന്നും ചേർക്കാതെ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കാണിക്കുന്നതിന് മുമ്പായിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ 20,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി പറയാം കേട്ടോ. പറഞ്ഞാലൊന്നും തീരൂല. അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു പാത്രത്തിനോ അളന്നെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വെള്ളം അളന്ന അതേ ഗ്ലാസ്സിന് തന്നെ 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 ഗ്ലാസ് തന്നെ കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോവും. അപ്പോൾ നിങ്ങൾ 1.5 ഗ്ലാസ്സിൽ കൂടുതൽ എടുക്കരുത്. ചില പൊടിക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യാം. 1 ഗ്ലാസ് വെള്ളത്തിന് 1.5 ഗ്ലാസ് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. പൊടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുന്നത് അതുപോലെ തന്നെയാണ്. വെള്ളത്തിൻ്റെ അളവിൽ മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ നല്ല കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കണക്കിന് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കൂടി പോകുന്നില്ല. ഇനി പൊടിക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് കുഴക്കാൻ പാകാവുന്ന ഒരു സമയത്ത് നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ നമ്മൾ കുറച്ച് എണ്ണ തടവുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ പൊടി ഒരുപാട് ഒട്ടി പിടിക്കൂല കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാകത്തിനനുസരിച്ചിട്ട് ഉരുളകളാക്കിയിട്ട് സാധാരണ ചപ്പാത്തി പരത്തി ചുട്ടെടുക്കുക. അപ്പോൾ വലിയ ചപ്പാത്തി ആണെങ്കിൽ വലുതായിട്ട് ഉരുള മുറിച്ചെടുത്താൽ മതി, ചെറുതാണെങ്കിൽ ചെറുതായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു 6 ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ആദ്യം ഞാൻ ചപ്പാത്തി പ്രസ്സിലിട്ടിട്ടൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് പരത്തിയെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിന് മുമ്പൊരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി ഒരേ സമയം തന്നെ നമുക്ക് 5ഉം 6ഉം ചപ്പാത്തിക്ക് ഒന്നിച്ച് പരത്തിയെടുക്കുന്നൊരു മെത്തേഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിതുപോലെ തന്നെ ചപ്പാത്തി പരത്തിയെടുക്കാം. ആദ്യം ഒന്ന് പ്രസ്സിലിട്ടിട്ട് അമർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ എല്ലാം ഞാനൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി തവയിൽ നമുക്ക് തവ ചൂടാക്കിയിട്ട് ചുട്ടെടുത്താൽ മതി. പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു ദിവസം മുഴുവൻ വെച്ചാലും ബലമൊന്നും വെക്കൂല. സാധാരണ പച്ചവെള്ളത്തിലൊക്കെ കുഴച്ചെടുക്കുന്ന ചപ്പാത്തിയാണെങ്കിൽ പുറത്ത് കുറച്ച് സമയം വെച്ചാൽ തന്നെ നന്നായിട്ട് ബലം വെക്കും. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിട്ട് തന്നെ ഇരിക്കും. ഈ രാത്രി ഉണ്ടാക്കി വെച്ച ചപ്പാത്തി നിങ്ങൾക്ക് പിറ്റേന്ന് കഴിക്കുകയാണെങ്കിൽ വരെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മാവ് കുഴച്ചെടുക്കുകയാണെങ്കിലും നല്ല സോഫ്റ്റ് തന്നെയാണ് ചപ്പാത്തി. ഇങ്ങനെ വാട്ടി കുഴക്കുകയാണെങ്കിലും നല്ലതാണ് ചപ്പാത്തി കേട്ടോ. അപ്പോൾ ചിലർ നെയ്യ് ചേർക്കും, ചിലർ പാല് ചേർത്തിട്ടൊക്കെ കുഴക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെള്ളവും പൊടിയും ഉപ്പും മാത്രം മതി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. എന്നാൽ നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു 3 പ്രാവശ്യം തിരിച്ചിടേണ്ട ഇത് വരുന്നുള്ളൂ കേട്ടോ. ഒരു പ്രാവശ്യം തിരിച്ചിട്ടിട്ട് നമ്മൾ രണ്ടാമത്തെ ഒരു പ്രാവശ്യം കൂടെ തിരിച്ചിട്ടിട്ട് മൂന്നാമത്തെ ഇതിന് നന്നായിട്ട് തന്നെ ചപ്പാത്തി പൊങ്ങി വരും. ഒരുപാട് സമയം തിരിച്ചു മറിച്ചു വിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചിലർക്ക് കുറച്ച് കരിഞ്ഞിരിക്കുന്നതായിരിക്കും ചപ്പാത്തി ഇഷ്ടം, കുറച്ച് ആ ഒരു ബ്ലാക്ക് കളറായിട്ട് അങ്ങനെ കാണുന്നതാവും ഇഷ്ടം. ചിലർക്ക് ഇങ്ങനെ വൈറ്റായിട്ട് തന്നെ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചുട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെയാണെങ്കിലും 2 ടൈപ്പ് ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. ചിലർക്ക് കരിഞ്ഞതാണ് ഇഷ്ടം, ചിലർക്ക് കുറച്ചിങ്ങനെ വൈറ്റായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചുട്ടെടുത്താൽ മതി. ആകെ 3 പ്രാവശ്യം നമുക്ക് ആദ്യം ഒരു പ്രാവശ്യം തിരിച്ചിടണം, പിന്നെ ഒരു പ്രാവശ്യം കൂടെ തിരിച്ചിടണം, അത്രയും മതി. അപ്പോഴേക്കും ചപ്പാത്തി റെഡിയാവും. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊരുപാട് ആൾ ചെയ്യുന്ന രീതി തന്നെ ആവും. അപ്പോൾ പഴയ ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉമ്മയൊക്കെ ആണെങ്കിൽ ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ടാവും കിട്ടുക. പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു രണ്ടിൻ്റെയും വ്യത്യാസം എത്രത്തോളം നല്ല സോഫ്റ്റാണ് ചപ്പാത്തി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെയാണെങ്കിൽ ചെയ്യാനും പറ്റും. അപ്പോൾ ബാക്കിയെല്ലാം നമ്മളിതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ ഒരു കാസറോളൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.